ഇത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം എടുത്ത വീഡിയോ കേട്ടോ. വൈകുന്നേരം ചെന്ന് കഴിഞ്ഞാലുള്ള കുറച്ച് പണികളൊക്കെയാണ്. ഞാനൊട്ടിക്ക് എക്സാം നടക്കുന്നതുകൊണ്ട് ഇപ്പം ഞാൻ പോരുമ്പോൾ വിളിച്ചുകൊണ്ട് വരാറില്ല കേട്ടോ. കുറച്ച് ലേറ്റായിട്ടേ പോയി വിളിക്കാറുള്ളേ. വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാനൊട്ടിയുടെ കഞ്ഞി തിളപ്പിച്ച് വർക്ക്. രാവിലെ കുക്കറിലിട്ട് വേവിച്ചിട്ട് റൈസ് കുക്കറിൽ എടുത്ത് വെച്ചിട്ടാട്ടോ പോവാറ്. ഇവിടെ അങ്ങനെ അധികം ചോറ് വേവണമെന്ന് അപ്പച്ചനൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാനൊട്ടിക്ക് കുറച്ചുകൂടി വേവിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടാട്ടോ ഇങ്ങനെ വെക്കുന്നത്. പിന്നെ നാനൂട്ടിക്ക് ഞാൻ കുത്തിരിച്ചോറാട്ടോ ഇട്ട് കൊടുക്കാറ്. ഇവിടെ എല്ലാവരും വെള്ളരിയാണ് കഴിക്കണേ. അപ്പത്തിനരയ്ക്കാൻ പച്ചരി വെള്ളത്തിലിട്ടിട്ടായിട്ട് പോയത് രാവിലെ. അതൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ തേങ്ങ ഉടയ്ക്കുകയാണ്. പൊതുവെ എനിക്ക് വലിയ തേങ്ങ ഇഷ്ടമല്ല കേട്ടോ. കൈ പിടിച്ച് ചിരണ്ടാൻ ഭയങ്കര പാടാണ്. ചെറുതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ പൊട്ടിച്ച് കഴിഞ്ഞാൽ തേങ്ങാവെള്ളം ഒട്ടും വേസ്റ്റ് ആവില്ല കേട്ടോ. എൻ്റെ വയറ്റിലേക്ക് പോകളേ. അപ്പത്തിനും കറിക്കും വേണമായിരുന്നു കേട്ടോ തേങ്ങ. അതൊക്കെ ചെറിയ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ സവാള അരിയാൻ തുടങ്ങി. സാധാരണ സവാള അരിയാൻ തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്ന് കുടുകൂടാന്ന് വെള്ളം ചാടുവേ. ഇപ്രാവശ്യം ഒന്നും വലിയ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ നാനൂട്ടിക്ക് മീൻ വറുത്തതാട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി അരി ആട്ടി എടുത്തായിരുന്നേ. പിന്നെ പോയി നാനൂട്ടിനെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. നാട്ടിനെ വിളിച്ചുകൊണ്ട് വന്ന് നാട്ടിക്ക് കുളിക്കാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലായി. കുറച്ച് കഴിയുമ്പോൾ തന്നെ നാട്ടിനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നേ. പിന്നെ അവിടെ കയറിയിരുന്ന കഥ പറച്ചിലൊക്കെ ആയിരുന്നു. ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് റൂമിൽ ചെന്നപ്പോൾ കണ്ടപ്പോൾ എടുത്ത് അത് പൊട്ടിച്ച് നോക്കിയാലോന്നൊക്കെ പറഞ്ഞു വന്നു കേട്ടോ. അപ്പോൾ ഞാൻ മോനെ പണി കഴിയിട്ട് എന്നിട്ട് പൊട്ടിച്ച് നോക്കിയാലോ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് വെച്ചു കേട്ടോ ആൾ. പിന്നെ കറിയിലേക്ക് മുട്ട ഇട്ടില്ല കേട്ടോ. വേണ്ടവർക്ക് മാത്രം എടുത്താൽ മതിയല്ലോ, അല്ലാത്തവർക്ക് ചാറായാലും കൂട്ടാമല്ലോ. അങ്ങനത്തെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചേ. മാവ് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചില്ല കേട്ടോ. വേഗം തന്നെ ഉണ്ടാക്കി. വേറെ ഒന്നുമല്ല, നാനൂട്ടിക്ക് ചോറ് കൊടുക്കണം കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ അതുണ്ടാക്കി കഴിഞ്ഞ് നാട്ടിക്ക് വേഗം ചോറ് കൊടുത്ത് തീർത്തേ. പിന്നെ ഓരോ മിൻറ്റ് ടീ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടോ. എനിക്ക് നാട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിൻറ്റ് ടീ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.